ഓക്കെ, ഇനി എ പാർട്ടിലെ അവസാനത്തെ ചോദ്യത്തിലേക്ക് കിടക്കാം. അവസാനത്തെ ചോദ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതും പലർക്കും വലിയൊരു പാടായിട്ട് തോന്നിയ ചോദ്യമാണ്. അവിടെയും ഞാൻ പറഞ്ഞ കോൺസെപ്റ്റിലേക്ക് നിങ്ങൾ പോകണം. ഒരു അസേർഷൻ എന്ന് പറയുന്ന, അസേർഷൻ എന്ന് പറഞ്ഞാൽ ഒരു സ്റ്റേറ്റ്മെന്റ് എന്ന അർത്ഥം. ആ അസേർഷൻ പറയുകയാണ് 3s subshell ഹാസ് ഹയർ എനർജി ദാൻ ദ 2p subshell. 3sന് 2pയേക്കാൾ എനർജി കൂടുതലാണ്. അപ്പൊ നോക്കണേ, 3s എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ നമ്മൾ ഇപ്പൊ ഇതിന്റെ ബേസിക് ആയിട്ടുള്ള ഐഡിയ N+L റൂൾ എന്ന് പറഞ്ഞ റൂൾ പഠിച്ചിട്ടുണ്ട്. ഇത് ഏത് ചാപ്റ്റർ ആണെന്ന് നോക്കണം. 3ാമത്തെ ചാപ്റ്ററിലെ ചോദ്യമാണ്. അപ്പൊ ഇവിടെ നമ്മൾ N+L റൂൾ നോക്കിയാൽ അതിന് ആ N+L റൂൾ പഠിക്കണമെന്നുണ്ടെങ്കിൽ ആദ്യം നമ്മൾ കോണ്ടന്റ് നമ്പറിനകത്തുള്ള 3 കോണ്ടന്റ് നമ്പേഴ്സ് പഠിക്കണം. പ്രിൻസിപ്പൽ കോണ്ടന്റ് നമ്പർ, അസിമുത്തൽ കോണ്ടന്റ് നമ്പർ, മാഗ്നറ്റിക് കോണ്ടന്റ് നമ്പർ. ഇത് 3 നിങ്ങളെ ബേസിക് ആയിട്ട് പഠിപ്പിച്ചിട്ടുള്ളതാണ്. അപ്പൊ ഈ 3 കോണ്ടന്റ് നമ്പറും പഠിച്ചാൽ ഇവിടെ എസിന്റെ വാല്യൂ നമുക്കറിയാം, S = 0 ആണ്. പിയുടെ വാല്യൂ 1 ആണ്. അപ്പൊ എന്നും എല്ലും, എൻ എന്ന് പറഞ്ഞാൽ പ്രിൻസിപ്പൽ കോണ്ടന്റ് നമ്പർ, ഇവിടെ പ്രിൻസിപ്പൽ കോണ്ടന്റ് നമ്പർ 3യും അസിമുത്തൽ കോണ്ടന്റ് നമ്പർ 0യുമാണ്. അപ്പൊ 3 + 0 എന്ന് പറഞ്ഞാൽ 3 എന്ന് തന്നെ കിട്ടും. ഇവിടെ 2p സബ്ഷെല്ലിനകത്ത് 2 + 1 അതും 3 എന്ന് തന്നെ കിട്ടും. രണ്ടിന്റെ വാല്യൂ 3 ആണ്. രണ്ടിന്റെ വാല്യൂ 3 ആണെങ്കിൽ നമ്മൾ N+L റൂളിൽ ഒരു പ്രത്യേക കാര്യം പഠിച്ചിട്ടുണ്ട്. ആർക്കാണോ N വാല്യൂ കൂടുതൽ അവർക്കായിരിക്കും എനർജി കൂടുതൽ. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഇവിടെ 3sഉം 2p എടുക്കുമ്പോൾ രണ്ടിന്റെ N+L വാല്യൂ 3 ആണ്. അങ്ങനെയാണെങ്കിൽ ആർക്കാ എനർജി കൂടുതൽ? 3sനാണ് എനർജി കൂടുതൽ. അപ്പൊ ഈ പറഞ്ഞ 3s subshell ഹാസ് ഹയർ എനർജി ദാൻ 2p subshell ശരിയാണ്. ആ സ്റ്റേറ്റ്മെന്റ് അസേർഷൻ ശരിയാണ്. ഇനി ഈ അസേർഷന്റെ റീസൺ കൊടുത്തിരിക്കുന്നത് എന്താണെന്ന് നോക്കാം. എന്താണ്? ദ N+L വാല്യൂ ഓഫ് 3s subshell ഈസ് ഗ്രേറ്റർ ദാൻ ദാറ്റ് ഓഫ് 2p subshell. ശരിയാണോ? ആ സ്റ്റേറ്റ്മെന്റ് ശരിയല്ല, തെറ്റാണ്. രണ്ടിന്റെയും N+L വാല്യൂ 1 തന്നെയാണ്. അപ്പൊ ആ സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്. അപ്പൊ ഇവിടെ കൊടുത്തിരിക്കുന്ന ചോദ്യം എന്ന് പറഞ്ഞാൽ A and R are true, R is the correct explanation of A. അല്ല, അത് എലിമിനേറ്റ് ചെയ്യാം. കാര്യം രണ്ടും ട്രൂ അല്ല. A and R are true, അതും എലിമിനേറ്റ് ചെയ്യാം. രണ്ടും ട്രൂ അല്ല, നമുക്ക് ഉറപ്പാണ്. A is true and R is false. ശരിയാണ്. അപ്പൊ അവിടെ നമുക്ക് ഉത്തരം കിട്ടി. ഇതും നിങ്ങൾക്ക് എന്ത് വേണം? നിങ്ങളുടെ ബേസിക് അറിവായ കോണ്ടന്റ് നമ്പേഴ്സിനെ കുറിച്ചും N+L വാല്യൂ, അത് N, L, M 3 വാല്യൂ, പ്രിൻസിപ്പൽ കോണ്ടന്റ് നമ്പർ, അസിമുത്തൽ കോണ്ടന്റ് നമ്പർ, മാഗ്നറ്റിക് കോണ്ടന്റ് നമ്പർ 3 കോണ്ടന്റ് നമ്പറും അതിന്റെ വാല്യൂവിനെ കുറിച്ചും കൃത്യമായി അറിയണം. അത് കോണ്ടന്റ് നമ്പേഴ്സ് കൃത്യമായി പഠിച്ചെങ്കിൽ മാത്രമേ വരത്തുള്ളൂ. ഇനി കോണ്ടന്റ് നമ്പേഴ്സ് പഠിക്കണമെങ്കിൽ സബ്ഷെല്ലുകൾ കൃത്യമായി പഠിക്കണം. SPDF എന്ന് പറയുന്ന സബ്ഷെല്ലുകൾ അതിന്റെ ഓർഡറും പഠിച്ചെങ്കിലേ കോണ്ടന്റ് നമ്പേഴ്സിന്റെ ബാക്കി കാര്യങ്ങൾ എളുപ്പത്തിൽ പഠിക്കാൻ പറ്റും. അപ്പൊ അത്രയും വലിയൊരു വാസ്റ്റ് ടോപ്പിക്കിൽ നിന്നാണ് ഈ ചോദ്യങ്ങൾ വരുന്നത്. ആ ബേസിക് ഐഡിയ ഉണ്ട്, അതിന്റെ ആപ്ലിക്കേഷൻ ഉണ്ട്, അതിന്റെ ലോജിക്കൽ റീസണിങ് കാര്യങ്ങളുണ്ട്. ഇതിനെല്ലാം കൂടെ ചേർത്തുള്ള ഒരു ചോദ്യമാണ് ഇവിടെ 4ാമതായി ചോദ്യം ചോദിച്ചിരിക്കുന്നത്.